ഹായ് ഫ്രണ്ട്സ്, ലോഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ജുഡീഷ്യൽ സെപ്പറേഷൻ ആണ്. സെക്ഷൻ 10 ഓഫ് ഹിന്ദു മാരേജ് ആക്ടിലാണ് ജുഡീഷ്യൽ സെപ്പറേഷനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ജുഡീഷ്യൽ സെപ്പറേഷൻ? ജുഡീഷ്യൽ സെപ്പറേഷൻ മീൻസ് ലിവിങ് എ പാർട്ട് ബൈ ദ പാർട്ടീസ് ടു ദ മാരേജ്. അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇവർക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ, അതായത് ഇവർക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണെങ്കിൽ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാം. ഈ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവർ പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണ്. അപ്പോൾ അത് സെക്ഷൻ 10 പ്രകാരം ഒരു വർഷത്തേക്ക് ഇവർക്ക് സെപ്പറേറ്റ് ആയി താമസിക്കാനുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതാണ് ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഏർലിയർ ഹിന്ദു ലോ പ്രകാരം നോക്കുകയാണെങ്കിൽ ജുഡീഷ്യൽ സെപ്പറേഷനോ ഡിവോഴ്സിനോ അവിടെ ഒരു സ്കോപ്പ് ഉണ്ടായിട്ടില്ല. കാരണം അവിടെ ഭാര്യനെയും ഭർത്താവിനെയും അല്ലെങ്കിൽ ഒരു മാരിറ്റൽ ലൈഫിനെ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു മാരിറ്റൽ ലൈഫിനെ അവർ ഒരു പ്രഷ്യസ് തിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഭാര്യനെ ഭർത്താവിൻ്റെ ഹാഫ് ഓഫ് ദി ബോഡി ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏർലിയർ ഹിന്ദു ലോയിൽ എവിടെയും ജുഡീഷ്യൽ സെപ്പറേഷനോ അല്ലെങ്കിൽ ഡിവോഴ്സിനോ ഒരു സ്കോപ്പ് ഉള്ളതായിട്ട് പറയുന്നില്ല. അതുപോലെ തന്നെ ജുഡീഷ്യൽ സെപ്പറേഷനെ ഒരു റീകൺസിലിയേഷൻ പീരീഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ 1 ഇയർ പീരീഡ് കൊണ്ട് ഇവർ തമ്മിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുകയാണ്, അതായത് ഇവർക്ക് ഡിവോഴ്സിലോട്ട് പോകണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ഇവർക്ക് വീണ്ടും ഒന്നിച്ച് ജീവിക്കാം. ഇനി ഇവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇവർക്ക് ഡിവോഴ്സിനുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യാം. അപ്പം ഇതിൻ്റെ ഇടയിൽ ഈ 1 ഇയർ പീരീഡിനുള്ളിൽ ഇവർക്കൊരു റീകൺസിലിയേഷനുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള പീരീഡായിട്ടാണ് ജുഡീഷ്യൽ സെപ്പറേഷനെ കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട്സ് ഓഫ് ജുഡീഷ്യൽ സെപ്പറേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് അഡൽട്ടറി ആണ്. Adultery is voluntarily sexual intercourse between a married person and someone other than the current spouse or a partner. അതായത് സ്വന്തം പാർട്ട്ണർ അല്ലാതെ മറ്റൊരാളുമായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അഡൽട്ടറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കലി അഡൽട്ടറി എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് ആയിരുന്നു. പക്ഷേ 2018 ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ നമ്മൾ അഡൽട്ടറിനെ ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, അതുപോലെ തന്നെ ഒരു ചൈൽഡിന്റെ ബർത്ത്, അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കാതെ അവിടെ ഒരു ചൈൽഡിന്റെ ബർത്ത് ഉണ്ടാവുക, അതുപോലെ തന്നെ കോണ്ടാക്ടിങ് ഓഫ് വെനേറിയൽ ഡിസീസസ്, അഡ്മിഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ റെസ്പോണ്ടന്റ്, അതുപോലെ തന്നെ ഡിസ്കവറി ഓഫ് എ ലെറ്റർ, അതായത് സെക്ഷൽ ഇന്റർകോഴ്സ് വേറൊരാളായിട്ട് നടന്നു എന്നുള്ളതിന് ഒരു ലെറ്റർ കണ്ടെടുക്കാൻ വേണ്ടി പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഡൽട്ടറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അടുത്ത ഗ്രൗണ്ട് വരുന്നത് ക്രൂവാലിറ്റി ആണ്. ക്രൂവാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ എന്തെങ്കിലും ക്രൂരത കാണിക്കുക ഒരാളോട്, അതായത് മെന്റലിയോ ഫിസിക്കലിയോ ഒരാളോട് എന്തെങ്കിലും ഒരു ക്രൂരത കാണിക്കുന്നതിനാണ് ക്രൂവാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ക്രൂവാലിറ്റിനെ നമുക്കൊരു ഗ്രൗണ്ടായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നീട് വരുന്ന ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസേഷൻ ആണ്. അതായത് ഒരാളെ ഒഴിവാക്കി പോവാണ്, വിത്തൗട്ട് എനി റീസൺ ഒരാളെ ഒഴിവാക്കി പോവാണ്. അതായത് അയാളുടെ കൺസെന്റ് ഇല്ലാതെ അയാളോട് ഒന്നും പറയാതെ അയാൾ ഒഴിവാക്കിയിട്ട് മറ്റേ സ്പൗസ് പോവാണ്, അതിനാണ് നമ്മൾ ഡെസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡെസേഷനും ഒരു ഗ്രൗണ്ട് ഓഫ് ജുഡീഷ്യൽ സെപ്പറേഷൻ ആണ്. അപ്പൊ നമുക്ക് ഡെസേഷനുമായി ബന്ധപ്പെട്ട 2 കേസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ വരുന്നത് ശാന്തി ദേവി വേഴ്സസ് ഗോവിന്ദ് സിംഗ് ആണ്. 1983 കേസാണ്. ഈ കേസിൽ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസേഷന് 2 കണ്ടീഷൻസ്, അതായത് ഇത് മസ്റ്റ് ആയിട്ടും ഫുൾഫിൽ ചെയ്യേണ്ട 2 കണ്ടീഷൻ ഉണ്ട് എന്ന് പറഞ്ഞ കേസാണ് ശാന്തി ദേവി വേഴ്സസ് ഗോവിന്ദ് സിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ 2 കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് ഫാക്ടം ഓഫ് സെപ്പറേഷനും രണ്ടാമത്തേത് ഇന്റൻഷൻ ടു ബ്രിങ് കൊഹാബിലിറ്റേഷൻ പെർമനന്റ്ലി ടു ആൻ എൻഡ് ആണ്. പിന്നീട് വരുന്ന കേസ് സുഗ്മാദേവി വേഴ്സസ് നിരഞ്ജൻ സിംഗ് ആണ്. ഈ കേസിൽ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കൺസെന്റോട് കൂടിയാണ് മറ്റൊരാൾ ഒഴിവാക്കി പോകുന്നതെങ്കിൽ അതിനെ നമുക്ക് ഡെസേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റൂല എന്നും, അതുകൊണ്ട് തന്നെ നമുക്കിത് ജുഡീഷ്യൽ സെപ്പറേഷനുള്ള ഒരു ഗ്രൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റൂല എന്ന് പറഞ്ഞ കേസാണ് സുഗ്മാദേവി വേഴ്സസ് നിരഞ്ജൻ സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർഷൻ ആണ്. അതായത് ഓൾറെഡി ഹിന്ദു ആയിരിക്കും മാരീഡ് ആയിരുന്ന ഒരാള് മറ്റൊരു മതത്തിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പൊ അനദർ സ്പൗസിന് ജുഡീഷ്യൽ സെപ്പറേഷനുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യാനാണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് വരുന്നത് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ആണ്. അതായത് കല്യാണത്തിന് ശേഷം ഒരു സ്പൗസ് മെന്റലി ഇൻകാപ്പബിൾ ആവുകയാണെങ്കിൽ മറ്റേ സ്പൗസിന് ജുഡീഷ്യൽ സെപ്പറേഷനുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യാനാണ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഗ്രൗണ്ട് എന്ന് പറയുന്നത് വെനേറിയൽ ഡിസീസ് ആണ്. അതായത് കല്യാണത്തിന് ശേഷം ഏതെങ്കിലും ഒരു സ്പൗസിന് വെനേറിയൽ ഡിസീസ് ഉണ്ടാവുകയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇവർ തമ്മിൽ ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുമ്പോൾ മറ്റേ സ്പൗസിനും ഉറപ്പായിട്ടും ആ ഡിസീസ് പകരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റേ സ്പൗസിന് ജുഡീഷ്യൽ സെപ്പറേഷനുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യാനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത വരുന്നത് റിനൗൺസിയേഷൻ ഓഫ് ദ വേൾഡ് ആണ്. അതായത് ഒരാളിപ്പോ സന്യസിക്കാൻ വേണ്ടി പോവാണ്. അതായത് ഭർത്താവ് പറയുന്നു ഞാൻ സന്യാസിയാവാൻ വേണ്ടി പോവാണെന്ന് ഭാര്യനോട് പറയുന്നു. അപ്പൊ ഇതിനൊരു സിവിൽ ഡെത്ത് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഭാര്യയ്ക്ക് ജുഡീഷ്യൽ സെപ്പറേഷനുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യാനാണ് ഈ ഗ്രൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അടുത്ത ഗ്രൗണ്ട് എന്ന് പറയുന്നത് പ്രെസംപ്ഷൻ ഓഫ് ഡെത്ത് ആണ്. അതായത് 7 വർഷമായിട്ട് ഒരാൾ ഉപേക്ഷിച്ചു പോയി, അതായത്
7 വർഷമായിട്ട് അയാളെ പറ്റി ഒരു കോണ്ടാക്റ്റും ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അനദർ സ്പൗസിന് ജുഡീഷ്യൽ സെപ്പറേഷനുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യാം. ഇത് പ്രിസംപ്ഷൻ ഓഫ് ഡെത്ത് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ജുഡീഷ്യൽ സെപ്പറേഷനുള്ള ഇതായിട്ട് ഫയൽ ചെയ്യാം. അതായത് അയാളെ പറ്റി നോ കോണ്ടാക്ട് ആയിരിക്കണം, അയാളെ ഫോൺ വിളിച്ചിട്ടുണ്ടാവാൻ പാടില്ല, മെസ്സേജ് അയച്ചിട്ടുണ്ടാവാൻ പാടില്ല, ഇങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് ഇതിനെ പ്രിസംപ്ഷൻ ഓഫ് ഡെത്ത് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ജുഡീഷ്യൽ സെപ്പറേഷനുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യാന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് അഡീഷണൽ ഗ്രൗണ്ട് അവൈലബിൾ ടു ദ വൈഫ് നോക്കാം. അതായത് ഭാര്യയ്ക്ക് എന്തൊക്കെ അഡീഷണൽ ഗ്രൗണ്ട്സ് ആണ് കിട്ടുന്നത് നോക്കാം. ഫസ്റ്റ് വരുന്നത് ബൈഗമയാണ്, രണ്ടാമത്തത് റേപ്പ്, സൊഡോമി ഓർ ബെസ്റ്റിയാലിറ്റി ആണ്, മൂന്നാമത്തത് മെയിന്റനൻസ് ആണ്, അതുപോലെ തന്നെ നാലാമത്തത് ചൈൽഡ് മാരേജ് ആണ്. അതായത് ബൈഗമി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഭർത്താവിന് വളണ്ടർലി സെക്ഷൽ ഇന്റർകോഴ്സ് ഒരാളുമായിട്ട് ഉണ്ടാവുകയാണ്, അതായത് ഭാര്യ അല്ലാതെ മറ്റൊരാളുമായിട്ട് ഉണ്ടാവുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭാര്യയ്ക്ക് ജുഡീഷ്യൽ സെപ്പറേഷനുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യാം. അതുപോലെ തന്നെ റേപ്പ്, സൊഡോമി, ബെസ്റ്റിയാലിറ്റി. സൊഡോമി ബെസ്റ്റിയാലിറ്റി എന്നൊക്കെ പറയുന്നത് ആനിമലുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് നടക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും വൈഫിന് ജുഡീഷ്യൽ സെപ്പറേഷനുള്ള ഗ്രൗണ്ട്സ് ഫയൽ ചെയ്യാം. അതുപോലെ തന്നെ മെയിൻ്റനൻസ്, അതായത് ഡിവോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിനുള്ള മെയിൻ്റനൻസിനുള്ള പെറ്റീഷൻ ആയിട്ടും നമുക്ക് മെയിൻ്റനൻസ് ഒരു ഗ്രൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ വരുന്നത് ചൈൽഡ് മാരേജ് ആണ്. അതായത് 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കല്യാണം കഴിക്കുകയാണ്. കല്യാണം കഴിപ്പിച്ചതിന് ശേഷം അവർക്ക് 15 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ 15 വയസ്സ് ടു 18 വയസ്സിനുള്ളിൽ അവർക്ക് ഈ കല്യാണം ശരിയായിട്ട് തോന്നിയില്ലെങ്കിൽ അവർക്ക് അതിനുള്ളിൽ ഇതിനെ റിവോക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ ഒരു ഇതാണ് ഇവിടെ വരുന്ന അഡീഷണൽ ഗ്രൗണ്ട് ആയിട്ട് ചൈൽഡ് മാരേജ് എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എഫക്ട് ഓഫ് ജുഡീഷ്യൽ സെപ്പറേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ജുഡീഷ്യൽ സെപ്പറേഷൻ പെർമിറ്റ് ദ പാർട്ടി ടു ലിവ് സെപ്പറേറ്റ്ലി. അതായത് ഭാര്യനും ഭർത്താവിനും സെപ്പറേറ്റ്ലി ജീവിക്കാനുള്ള ഒരു പെർമിറ്റ് അവർക്ക് കൊടുക്കുകയാണ്. ഇറ്റ് ഡസ് നോട്ട് ഡിസോൾവ് ദ മാരേജ്. അതായത് മാരേജ് ഇവിടെ ഡിസോൾവ് ആവുന്നില്ല. ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കണ്ടിന്യൂ ടു ഹാവ് ദ സെയിം സ്റ്റാറ്റസ്. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരുടെ സെയിം സ്റ്റാറ്റസ് കണ്ടിന്യൂ ചെയ്യുന്നു. അതായത് അവരുടെ മാരിറ്റൽ സ്റ്റാറ്റസിന് ഒരു കോട്ടവും തട്ടുന്നില്ല. ദ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ടു ദ പാർട്ടീസ് ടു ദ മാരേജ് ആർ സസ്പെൻഡഡ്. അതായത് അവരുടെ മാരിറ്റൽ ആയിട്ട് ഇവർക്ക് കിട്ടുന്ന ചില ഡ്യൂട്ടീസും റൈറ്റ്സും ഉണ്ട്, അത് അവിടെ സസ്പെൻഡ് ആവുന്നുണ്ട്. പക്ഷെ അവരുടെ മാട്രിമോണിയൽ സ്റ്റാറ്റസിന് ഒരു കോട്ടവും തട്ടുന്നില്ല. ഇറ്റ് വുഡ് നോട്ട് ബി ഒബ്ലിഗേറ്ററി ഫോർ ദം ടു കഹാബിറ്റ് ഈച്ച് അതർ. അതായത് അവർ ഒരുമിച്ച് ഒരു റൂമിൽ താമസിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു വീടിന്റെ ഉള്ളിൽ താമസിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. ദ ഒബ്ജക്ട് ഓഫ് ഇറ്റ് ടു ഹോപ്പ് ദ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് റീകൺസിലിയേഷൻ. അതായത് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇവരിപ്പോ ഒരു വർഷത്തോളം സെപ്പറേറ്റ് ആയിട്ട് ജീവിച്ചുകൊണ്ട് ഇവർ അതിനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് പഠിച്ച്, അതായത് വീണ്ടും ഇവര് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റീകൺസീൽ ചെയ്ത് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി പറ്റണം അതിനുള്ളൊരു പ്രതീക്ഷയായിട്ടാണ് അല്ലെങ്കിൽ അതിനുള്ളൊരു ഹോപ്പായിട്ടാണ് ഈ ജുഡീഷ്യൽ സെപ്പറേഷനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ജുഡീഷ്യൽ സെപ്പറേഷൻ ആയിരുന്നു. അതിൽ നമ്മൾ ജുഡീഷ്യൽ സെപ്പറേഷൻ എന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഗ്രൗണ്ട്സ് ഓഫ് ജുഡീഷ്യൽ സെപ്പറേഷൻ ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ വുമൻസിനുള്ള അഡീഷണൽ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി, അതുപോലെ തന്നെ എഫക്ട്സ് ഓഫ് ജുഡീഷ്യൽ സെപ്പറേഷൻ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.